ഇന്ന ലില്ലാഹി അഖിലീന ഫിൽ അർള്, ഭൂമിയിൽ ഇലാഹായ റബ്ബിന് ചില കുടുംബങ്ങളുണ്ട്. ഹദീസിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന ലില്ലാഹി അഹ്ലീന ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹ്ക്ക് ചില കുടുംബങ്ങളുണ്ട്. സത്യത്തിൽ ആ ഹദീസ്, ആ വാക്ക് കേട്ടപ്പോ സഹാബികൾക്ക് വലിയ കൗതുകം, വലിയ അത്ഭുതം. കാരണം അല്ലാഹ്ക്ക് കുടുംബങ്ങളുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇത്രയും കാലം റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താ? ഇത്രയും കാലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതെന്താ? അല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്. അല്ലാഹുക്ക് വാപ്പല്ല, അല്ലാഹുക്ക് ഉമ്മല്ല, അല്ലാഹുക്ക് മക്കളില്ല, അല്ലാഹുക്ക് ഭാര്യയല്ല, അല്ലാഹുക്ക് ഭർത്താവില്ല, അല്ലാഹനെ പോലെ ആരുമില്ല. ഇത് പറഞ്ഞ നബിയാണ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇന്ന ലില്ലാഹി അഹ്ലീന ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹ്ക്ക് ചില കുടുംബങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ സഹാബികൾക്ക് ഭയങ്കര കൗതുകം. അവര് ചോദിച്ചു, നബിയേ, ഇലാഹായ റബ്ബിന് കുടുംബമോ? മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അല്ലാഹുവിന്റെ കുടുംബക്കാർ? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് അല്ലാഹ്ക്ക് ആരും ഇല്ല എന്നല്ലേ നബിയെ? ബാപ്പയോ ഉമ്മയോ ജ്യേഷ്ഠനോ അനുജനോ മക്കളോ ഭാര്യയോ ഭർത്താവോ ആരും ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ അല്ലാഹ്ക്ക് കുടുംബങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നാ അതാരാന്നൊന്ന് പറഞ്ഞു തരൂ. കാരണം അള്ളാന്റെ കുടുംബല്ലേ, അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയാൽ മിനിമം അവരുടെ കെയർ ഓഫിൽ പരലോകത്ത് രക്ഷപ്പെടാലോ. കുടുംബമായിട്ടൊരു ബന്ധം എന്ന് പറയുമ്പോൾ അള്ളാന്റെ അടുത്തുനിന്ന് ഒരു പരിഗണന കിട്ടുമല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയാണ്, ഞാന് അബുദാബിയിലാണ്, നിങ്ങളെ മകന്റെ അടുത്താണ്. മകൻ അബുദാബിയിലല്ലേ? ഞാൻ വരുന്നതിന്റെ തലേന്ന് മോന്റെ അടുത്ത് പോയിരുന്നു, അങ്ങനെ കുറെ നേരം അവൻ്റെ അടുത്ത് ചെലവഴിച്ചു എന്ന് പറയുമ്പോ മകനുമായൊരു ബന്ധമുണ്ട്, അവന്റെ അടുക്കൽ പോയിട്ട് വരിക എന്ന് പറയുമ്പോ ഒരു പ്രത്യേകമായ പരിഗണന അയാൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ. പിന്നെ അയാൾ പറയുന്ന കേൾക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മോനുമായിട്ട് അല്ലെ അടുത്ത കുടുംബമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരിഗണനയല്ലേ. നബി, അള്ളാഹ്ക്ക് ഭൂമിയിൽ കുടുംബങ്ങളുണ്ടെങ്കിൽ അതാരാന്നൊന്ന് പറഞ്ഞു തരൂ. അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കാം, അല്ലെ ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കാം, അതുകൊണ്ട് രക്ഷപ്പെടാലോ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അള്ളാഹുവിൻ്റെ കുടുംബക്കാർ? അതിന് ഹബീബായ നബി തങ്ങളുടെ മറുപടി ഇങ്ങനെയാണ്, ഹും അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസതുഹു, അത് ഖുർആന്റെ അഹ്ലുകാരാണ്, അവര് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണെന്ന് സഹാബത്തുൽ കിറാമിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ അഹ്ലുകാരാണ് അള്ളാഹുവിൻ്റെ കുടുംബങ്ങളെങ്കിൽ എൻ്റെ മുഅ്മിനെ, ഈ റമളാൻ 11 നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയല്ലോ. ഇന്നിവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുത്തിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഖുർആന്റെ അഹ്ലുകാരിൽ പെടാൻ പറ്റുന്ന നിലയിൽ ഖുർആനുമായി ഞാനൊരു ബന്ധമുണ്ടാക്കുക തന്നെ ചെയ്യും. ഖുർആനുമായിട്ട് ഞാനൊരു ബന്ധം ഉണ്ടാക്കുക ചെയ്യും. ഞാൻ കേവലം ഖുർആനുമായി ഞാൻ ബന്ധമുണ്ടാക്കുമെന്ന് മാത്രമല്ല, എൻ്റെ കുടുംബത്തെ ഖുർആന്റെ അഹ്ലുകാരിൽ പെടുത്താൻ ഞാൻ പരിശ്രമിക്കും. എൻ്റെ അയൽവാസികളെ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അതൊരു മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇനി ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരാവുകയും ഖുർആനിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയും അകലുകയും ചെയ്താൽ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കോ.
ഞാൻ ഖുർആനിലെ ആയത്തോതിയിട്ട് പച്ച വെള്ളം പോലെ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. നിങ്ങളതൊന്നും മനസ്സിലാക്കിയാൽ, ഖുർആന്റെ വിഷയത്തിൽ അശ്രദ്ധ പുലർത്തിയാൽ, ഖുർആനിൽ നിന്ന് പുറംതിരിഞ്ഞ് നടന്നാൽ, ഖുർആനെയും അതിൻ്റെ മജ്ലിസുകളെയും അതിൻ്റെ കേന്ദ്രങ്ങളെയും അവഗണിച്ചാൽ വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് അള്ളാഹു ആയത്തിലൂടെ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഖുർആന്റെ അഹ്ലുകാരിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവരും മനസ്സറിന് ആമീൻ പറയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഈ റമളാനിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൽക്കാരമായ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ നമ്മളങ്ങനെ ഒരുമിച്ച് കൂട്ടിയില്ലേ? അതൊരു ചെറിയ സംഗതിയാണോ? എത്ര മനുഷ്യന്മാർക്ക് ഇനി തൗഫീക്ക് കിട്ടാത്തവരുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ ഇവിടെ വരാമായിരുന്നു. പക്ഷെ ആ ഒരു മനസ്സങ്ങ് ഉണ്ടാവാത്ത എത്ര ആളുകളുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുതേ, അവരെ നമ്മൾ ആക്ഷേപിക്കരുതേ. അള്ളാഹുവിൻ്റെ സൽക്കാരത്തിൽ വരണമെങ്കിൽ അതിന് തൗഫീക്ക് വേണം. ആ തൗഫീക്ക് കിട്ടാത്തവർക്ക് തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെയും ഇങ്ങനെയുള്ള നന്മയിൽ പങ്കാളികളാകാൻ നീ തൗഫീക്ക് നൽകണേ പടച്ചോനെ. നീ തൗഫീക്ക് നൽകണേ റബ്ബേ. മുഅ്മിനെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ മുത്തി നബിയെ അള്ളാഹു ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അയച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ ശത്രുക്കൾ ചോദിക്കും, എന്താടോ മുഹമ്മദേ അതിന് തെളിവ്? അപ്പോൾ പിന്നെ മുഅ്ജിസത്തുകൾ കാണിക്കേണ്ടി വരും. റസൂലുള്ള മുഅ്ജിസത്തുകൾ കാണിക്കും. പക്ഷെ ഒരു കാര്യം, മുത്തുനബിയുടെ ആ മുഅ്ജിസത്ത് കണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏക മുഅ്ജിസത്ത് ഖുർആനാണ്. അല്ലാത്ത ഒരു മുഅ്ജിസത്ത് ഇന്ന് വർത്തമാനമായി നിലനിൽക്കുന്നില്ല. മറ്റുള്ള എല്ലാ മുഅ്ജിസത്തുകളും ചരിത്രമായി മാറി. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഏക മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആന്റെ കാര്യത്തിൽ ഖുർആന്റെ അഹ്ലുകാരാകേണ്ടവർ അശ്രദ്ധരാവാൻ പാടില്ല. പടച്ചോൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ഹബീബായ നബിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണെന്ന നിലയിൽ അതേക്കുറിച്ച് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതൊരു മുഅ്ജിസത്താണെന്ന് ബോധ്യപ്പെടുന്ന തലത്തിലെത്തിച്ചേരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ല, നിങ്ങൾ ആലോചിക്ക്, എന്തെല്ലാം മുഅ്ജിസത്ത് മുത്തുനബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഖുർആൻ അല്ലാത്തതൊക്കെ ചരിത്രമായി മാറിയില്ലേ? അള്ളാന്റെ ഹബീബിനെ അള്ളാഹു അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയില്ലേ, ഇസ്രാഉം മിഅ്റാജും? പക്ഷെ അത് ചരിത്രമായില്ലേ? ഫറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കാമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ഉലമി ചൊല്ലി മൗലായ സല്ലി വസാ. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا. ഹബീബായ നബി തങ്ങളെ ഇലാഹായ റബ്ബ് അവന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി. 7 ആകാശവും വിട്ടുകടന്ന്, സിദ്റത്തുൽ മുന്തഹയും വിട്ടുകടന്ന്, ബഹ്റുൻ നൂറും വിട്ടുകടന്ന് അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലെത്തി. അങ്ങനെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് മക്കയിൽ തന്നെ തിരിച്ചെത്തി. ശരി, പക്ഷെ അതൊന്ന് ചരിത്രല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് മരങ്ങൾ റസൂലുള്ള വിളിച്ചപ്പോൾ വന്നു. നബിയോട് സലാം ചൊല്ലി, റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി, നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്തു. ശരിയാണ്, പക്ഷെ ചരിത്രല്ലേ? ചരിത്രായില്ലേ? ചന്ദ്രൻ പിളർന്നു. ശരിയാണ്, പക്ഷെ ചരിത്രായില്ലേ? അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു മുത്തുനബിക്ക് വേണ്ടി. ശരിയാണ്, പക്ഷെ ചരിത്രായില്ലേ? അയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി.
البدر شق بأمره والشمس إذ غربت له ردت بغير تردد يا ربي صل والوحش والأشجار كالسجدت له وعليه كالسلمن بعد تشهدي يا ربي صل منجي الخلائق من جهنم ومن اليسير سقاوات جيشه حتى اكتفوا ويسيره لم ينفذي يا ربي صل സഹോദര സഹോദരി ശ്രദ്ധിക്കണേ ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹ്തിഹാ ഉഖൂലുൽ ഹുസ്സദി ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസാത്തുകൾ അനവധിയാണ്, ദൃഷ്ടാന്തങ്ങൾ അനവധിയാണ്. ശത്രുക്കൾ പോലും അത് കണ്ടവർക്ക് ബോധ്യപ്പെട്ടതാണ്. ചന്ദ്രൻ പിളർന്നു ശരിയാണ്, പക്ഷേ ചരിത്രം അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നു ശരിയാണ്, ചരിത്രമായി. ഹബീബിന്റെ അടുത്തേക്ക് മൃഗങ്ങൾ കടന്നു വന്നു, സങ്കടങ്ങൾ പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഇന്നിപ്പോ നമുക്ക് കാണാനുണ്ടോ? ചരിത്രയിലെ മാൻപേടകളൊക്കെ റസൂലുള്ളാഹിനെ കാണുമ്പോൾ ഓടി വരും, സങ്കടങ്ങൾ പറയും. എന്തെല്ലാം അനുഭവങ്ങളുണ്ട്, വിഷമങ്ങൾ പറഞ്ഞതിന് എത്ര തെളിവുകളുണ്ട്. യാ റസൂൽ സലാം യാ ഹബീബ് സ്വലവാത്തുല്ലാഹ്. ഞാനതൊന്നും വിശദീകരിക്കണില്ല. ഞാൻ പറഞ്ഞതിൻ്റെ എസൻസ്, അതിൻ്റെ ആകത്തുക ഇതാണ്. നബിക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും ഖുർആൻ അല്ലാത്തൊക്കെ ചരിത്രമായിട്ടുണ്ട്. ഖുർആനോ അൽ ഖുർആനുൽ കരീം ഹുവ അഅ്ലമു മുഅ്ജിസത്തിൻ നബിയിൽ കരീം. ഖുർആനാണ് മുത്ത് റസൂലിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്, അത് ഖിയാമത്ത് നാൾ വരെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ. ഇനി അടുത്ത ആയത്ത് കേട്ടോളൂ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല ലിമ ഹശർതനി അഅമാ ഖാല തസ്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. ഞാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഉൾക്കൊള്ളണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ഖുർആനുമായിട്ടൊരു ബന്ധം വേണോ? അങ്ങനെ ഈ മഹാന്റെ പേരിൽ ഒരു ഖുർആന്റെ കേന്ദ്രം ഇവിടെ ഉണ്ടായാൽ അതുകൊണ്ട് വിശ്വാസികൾക്ക് ഉപകാരം ഉണ്ടാവുമോ? അതൊരാവശ്യമാണോ? എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നിങ്ങൾ ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഞാൻ ആയത്തിന്റെ അർത്ഥം പറഞ്ഞല്ലോ, പച്ചവെള്ളം പോലെ ഞാൻ പറഞ്ഞുതരാ. എന്റെ ദിക്റിൽ നിന്നൊരാൾ തിരിഞ്ഞുകളഞ്ഞാൽ, എന്റെ ദിക്റിനെ ഒരാൾ അവഗണിച്ചാൽ, എന്റെ ദിക്റിന്റെ മജ്ലിസിനെ ഒരാൾ അവഗണിച്ചാൽ, അതിന്റെ കേന്ദ്രത്തിൽ നിന്നൊരാൾ തിരിഞ്ഞുകളഞ്ഞാൽ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ, അങ്ങനെ ഖുർആനിൽ നിന്നൊരാൾ അകലം പാലിച്ചാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന്റെ ജീവിതമാകെ കുടുസായി മാറും. അല്ലാഹു പറയാൻ,
അള്ളാഹു പറയാണ് സൂറത്തു ത്വാഹയിലൂടെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാ. എൻ്റെ ഖുർആനിൽ നിന്നൊരാൾ അകലം പാലിച്ചാൽ, തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നാം ഗുഡുസാക്കി കളയും. ഖുർആനായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അയാൾ തീരെ ഖുർആൻ ഓതുന്ന സ്വഭാവമല്ല. മദ്രസയിൽ +1 +2 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അന്ന് ഖുർആൻ എടുത്തു നോക്കുമായിരുന്നു, പിന്നെ ഖുർആനുമായിട്ടൊരു ബന്ധമില്ല. ഒരു പേജ് പോലും ഖത്മ് തീർക്കുക എന്നുള്ള നിലക്ക് ഓതുന്ന സ്വഭാവമല്ല. ഓരോ ദിവസവും ഓതൽ പ്രത്യേകമായ സുന്നത്തുള്ള ചില സൂറത്തുകളുണ്ട്. അതുകൊണ്ട് ലഭ്യമാകുന്ന പല നേട്ടങ്ങളുമുണ്ട്. അതേക്കുറിച്ചൊരു ബോധവുമില്ല. അങ്ങനെ ഒരു സൂറത്തും ഓതുന്ന സ്വഭാവമില്ല. ചുരുക്കത്തിൽ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ അത് നമുക്കൊരു പരിഹാരമല്ലേ? അത് നമ്മളെ ഹൃദയത്തെ ശുദ്ധിയാക്കൂലേ? അത് നമ്മളെ പ്രതിസന്ധികളെ പരിഹരിക്കൂലേ? ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്തനിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസാതുസ് സ്വാലിഹീനൽ ഫുല്ലലാ. ഹൃദയത്തിന് പിടിപെടുന്ന രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 5 മരുന്നുകളുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അദ്കിയയിലൂടെ. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്തനിൽ ഖലാ. ഹൃദയത്തിന് പിടിപെടുന്ന രോഗം അത് സത്യത്തിൽ ശരീരത്തിന് പിടിപെടുന്നതിനേക്കാൾ മാരകമാണ്. ശരീരത്തിന് പിടിപെടുന്ന രോഗത്തേക്കാൾ മാരകമായത് ഹൃദയത്തിന് പിടിപെടുന്ന രോഗമാണ്. കാരണം ശരീരത്തിന് പിടിപെടുന്ന രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് ദുനിയാവിലേ ഉണ്ടാവുള്ളൂ, ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഖൽബിന് രോഗം പിടിപെട്ടാൽ ദുനിയാവിനേക്കാൾ ആഖിറത്തിൽ കഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ ആമീൻ പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പടച്ചോനെ എല്ലാ നിലക്കുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു തആല കാക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും തടിയിൽ ക്യാൻസറിൻ്റെ വല്ല വൈറസ് ഉണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അള്ളാഹ്ക്കത് നിഷ്പ്രഭമാക്കാൻ കഴിയുമല്ലോ, അത് റാഹത്തായി കിട്ടണം. കിഡ്നിക്ക് വല്ല തകരാറുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അള്ളാഹു വല്ല സ്ട്രോക്കോ ബ്ലോക്കോ അനുബന്ധ അസുഖങ്ങളോ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അത് പൂർണ്ണമായും ആ തീരുമാനം അള്ളാഹു മാറ്റണം. ഒരു ഭാഗത്തെ കിടപ്പിലായി മറ്റുള്ളവർക്കൊരു ഭാരമായി ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവണം.